നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്റെ മോൾ എനിക്ക് വേണ്ടി പാടും. നിനക്ക് നിന്റെ അമ്മയുടെ ശബ്ദം എനിക്കതൊന്ന് കേൾക്കണം. അച്ഛന് വേണ്ടി മോള് പാടില്ലേ? അകലെയൊരു കാടിന്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അവിടെ വന്നിളവേറ്റ നാട്ടുപെൺ പക്ഷിരൻ കഥ കേൾക്കുവാൻ കാത് കാടിനുണ്ടോ? അകലെയൊരു കാടിന്റെ നടുവിലൊരു പൂവിൽ നുകരാതെ പോയ മധുമധുരമുണ്ടോ? അച്ഛന് സന്തോഷമായി മോളെ. നിനക്ക് നിന്റെ അമ്മയുടെ അതേ ശബ്ദം. എന്റെ മോള് വലിയൊരു പാട്ടുകാരിയാവും. അച്ഛാ, ദേ ചേട്ടന് ദേഷ്യം വരുന്നുണ്ട്. നീ എന്തിനാ മോനെ ദേഷ്യപ്പെടുന്നു? ഹോസ്റ്റലിലേക്ക് മാറിയെന്ന് കരുതി നിനക്ക് വീട്ടിലെ സ്ഥാനമൊന്നും പോവില്ല. നിങ്ങൾ 3 പേരും അച്ഛൻ ഒരുപോലെയാണ്. അച്ഛൻ ജീവിക്കുന്നതന്നെ നിങ്ങൾക്ക് വേണ്ടിയല്ലേ. എന്ത് പ്രശ്നം വന്നാലും നേരിടാൻ അച്ഛന് ശക്തി കിട്ടുന്നത് ഈ കുടുംബത്തിൽ നിന്നാണ്. നിങ്ങളാണ് അച്ഛന്റെ ബലം. ഈ സന്തോഷവും ഐശ്വര്യം എന്നും നിലനിൽക്കണമേ എന്ന അച്ഛന്റെ എന്നുമുള്ള പ്രാർത്ഥന. മക്കൾ കഴിക്കും. എത്രയാ ചേട്ടാ? 50. അമ്മാൻ എന്താ വൈകിയത്? രാവിലെ തന്നെ എത്തുന്നാണല്ലോ കരുതിയ. രാവിലെയോ? ഇന്നലെ തന്നെ വരണമെന്ന് തീരുമാനിച്ചാൽ അപ്പോഴാ 2-3 സായിപ്പന്മാരെ കിട്ടിയെന്ന് പറഞ്ഞ് നമ്മുടെ ഗൈഡ് ഓടി വരും. അല്ലെങ്കിലും ചെണ്ടയും മേളവും എന്നൊക്കെ പറയുന്നത് സായിപ്പന്മാർക്ക് ഒരു പ്രത്യേക താല്പര്യമാണല്ലോ. കിട്ടുന്ന കാശ് കളയണ്ടെന്ന് കരുതി ഞാനങ്ങ് പോയി. എന്നിട്ടേ ആകെ കിട്ടിയ 2000 ഉലുവയാ. ഞാൻ ഗോപിയേട്ടനോട് ഒരു 100 തവണ പറഞ്ഞിട്ടുണ്ട് ആ ചെണ്ടയും തൂക്കി നടക്കാതെ വല്ല ജോലിക്ക് പോവാൻ. കേക്കണ്ടേ? ഗോപി ഒരു കലാകാരനല്ലേ ശോഭ? നമ്മൾ കുടുംബക്കാരെങ്കിലും അതിനെ ബഹുമാനിക്കണ്ടേ? ബഹുമാനം കൊണ്ടേ വീട്ടിലെ ചെലവൊന്നും നടക്കില്ലല്ലോ മാധവേട്ടാ. ഒരു പെൺകുട്ടിയാവുള്ളൂ എന്ന ബോധം പോലും ഇങ്ങേർക്കില്ല. എങ്ങനെയെങ്കിലും ഇവനൊരു ജോലിയായിരുന്നെങ്കിൽ ഇവളെ ഇവനെ അങ്ങ് ഏൽപ്പിക്കായിരുന്നു.
ഇവളെങ്കിലും രക്ഷപ്പെടുമല്ലോ. അതടുത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഒന്നും രണ്ടും അല്ല, 10 പേപ്പറാ ചേട്ടൻ എഴുതിയെടുക്കാനുള്ളത്. അതൊക്കെ എഴുതിയെടുത്ത് ചേട്ടൻ ജോലി വാങ്ങുമ്പോഴേക്കും ശ്രുതിയുടെ മൂക്കിന്ന് പല്ല് മുളയ്ക്കും. മാർക്ക് കുറവുള്ളവനെ കാശ് കൊടുത്ത് പ്രൈവറ്റ് കോളേജ് MBA ഒക്കെ വിടണ്ടെന്ന് അളിയാൻ പലവട്ടം പറഞ്ഞതാ, ഞാൻ കേട്ടില്ല. അതിനു വേണ്ടി എടുത്ത ലോണ് തിരിച്ചടക്കാനാ ശമ്പളത്തിന്റെ പകുതിയും പോകുന്നത്. എന്റെ പൊന്നു മോനെ, നീ കുറച്ചുകൂടി പഠിപ്പിൽ ശ്രദ്ധിക്കണ്ടേ? നിനക്ക് പെട്ടെന്നൊരു ജോലി കിട്ടിയ അച്ഛൻ അതൊരു സഹായമാവില്ലേ? അവൻ വേണമെന്ന് വെച്ച് തോക്കുന്നതാണോ? അവർക്ക് എന്തുമാത്രം പഠിക്കാനുണ്ടെന്ന് ചേട്ടനറിയോ? വെറുതെ അങ്ങ് മോനെ കുറ്റം പറഞ്ഞോളൂ. അല്ല മഞ്ജുമോളെ, മോളുടെ അസുഖത്തിന് ഇപ്പൊ കുറവുണ്ടോ? അയ്യോ, ഞാനേ അടുപ്പത്ത് പായസം വെച്ചിട്ടാ വന്നത്. ഞാൻ പലവട്ടം ശോഭയോട് പറഞ്ഞിട്ടുണ്ട്, അവൾക്ക് ഒരു അസുഖമില്ല. വെറുതെ അവളുടെ മുന്നിൽ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു ദയവ് ചെയ്ത് അവളുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തരുത്. നല്ലൊരു ദിവസമായിട്ട് ഓരോന്ന് പറഞ്ഞു. ഗോപിയേട്ടാ, എന്താ ഇങ്ങോട്ടൊന്ന് വന്നേ. യാത്രയെ കഴിഞ്ഞു വന്നല്ലേ, കുളിച്ചൊന്ന് ഫ്രഷ് ആവ്. വാ വാ. അമ്മ നമുക്ക് വേണ്ടിട്ടാ അച്ഛനെ വിളിച്ചോണ്ട് പോയത്. അല്ലെങ്കിലും എനിക്കെന്താ വേണ്ടത് അമ്മായിക്ക് അറിയാം. ഇവിടെ ആർക്കും എന്നൊരു വിലയില്ല. എന്താ മഹേഷേട്ടാ? നീ കണ്ടതല്ലേ അച്ഛനും മഹിമയും കൂടി എന്നെ എല്ലാവരും വെച്ച് അവമാനിക്കുന്നത്. കോളേജിൽ അഡ്മിഷൻ എടുത്തെന്നാ അച്ഛന്റെ ജോലി ചെയ്യണല്ലോ. അവിടെ എനിക്ക് 100 കൂട്ടം ചെലവുകളാ ഉള്ളേ. ഇത് കണ്ട, അച്ഛൻ എനിക്ക് എന്ന കൈനീട്ടമാണ് 101 കുണുവ. ഇതുകൊണ്ട് എന്തോന്നാവാൻ? സാരമില്ല മഹേഷേട്ടാ, എനിക്ക് കൈനേട്ടം കിട്ടിയത് മുഴുവൻ ഞാൻ മഹേഷേട്ടന് തരാം. അല്ലെങ്കിലും നിനക്കെന്നോട് സ്നേഹമുണ്ടെന്ന് എനിക്കറിയാം. മതി 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 മതി. അളിയൻ എന്തായാലും എനിക്ക് മദ്യം വാങ്ങിച്ചു വെക്കുമെന്ന് അറിയായിരുന്നു. പക്ഷേ അതൊരു ഫുള്ളാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച്. മേടിച്ചപ്പോ മേടിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇനി ആ കുപ്പിയുടെ മൂട് കാണാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ച ഇതൊന്നും തീർക്കാൻ പറ്റുകയില്ല. എന്താടാ നോക്കുന്നേ? വേണോ നിനക്ക്? എനിക്കൊന്നും വേണ്ട. വേണമെന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ അടിയാൻ പറ്റും. അല്ല മാധവ, മഞ്ജുവിന്റെ പഠിത്തം എങ്ങനെ പോകുന്നു? അവള് ഫൈലിയറായില്ലേ? എന്നു മുതലാണാവോ പാട്ടും ഡാൻസും ഒക്കെ കളിച്ച് നടക്കുന്നവർക്ക് ഡിഗ്രി കൊടുക്കാൻ തുടങ്ങിയത്? അല്ല, ഇതൊക്കെ ഒരു കോഴ്സാണോ? ഇനിയിപ്പോ ആണെങ്കിലും ഇങ്ങനെ ഒരു കോഴ്സ് വെച്ചിട്ട് എന്ത് ചെയ്യാനാ? അല്ല, വല്ല പിള്ളേർക്കും പാട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം. അത് ശരിയാ. അവളെ ആ കോഴ്സിന് വിട്ടത് ഞാനാ. അവൾക്ക് പാടാൻ നല്ല കഴിവുണ്ട്.